എൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനിടെ ഭീതിയും പരിഭ്രമവും എല്ലാം മാഞ്ഞു കഴിഞ്ഞിരുന്നു. എൻ്റെ മനസ്സ് മുഴുവൻ ആ വിദൂര സംഗീതം വന്നു നിറഞ്ഞു. എത്രയോ കാലമായി ചുറ്റുമുണ്ടായിരുന്ന ഒരു ശബ്ദം ആദ്യമായി തിരിച്ചറിഞ്ഞതുപോലെയായിത്തീർന്നു എൻ്റെ അനുഭവം. അപ്പോൾ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. കാറ്റിൻ്റെ താരാട്ടും കേട്ട് ഉറങ്ങാൻ കൊതി തോന്നി. മുറിയിലൊരു മുതുക്കൻ കട്ടിലുണ്ടായിരുന്നു. അതിനുമേൽ ഒരു പഴയ പായും. കിടന്നു കഴിഞ്ഞതും ഞാൻ പെട്ടെന്നൊന്നു മയങ്ങി. പക്ഷേ സത്യത്തിൽ ഞാൻ മയങ്ങുകയല്ലായിരുന്നില്ല. കാരണം മയക്കത്തിലും എനിക്ക് എല്ലാ ശബ്ദങ്ങളും വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. എൻ്റെ പിടിയിൽ നിന്ന് സമയത്തിൻ്റെ ചരട് പൂർണ്ണമായും അറ്റുപോയെന്ന് എനിക്കറിയാമായിരുന്നു. മറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആ മയക്കത്തിൽ ഞാൻ പലതും ഓർത്തു. ഈ മുറിയിൽ ഓടിച്ചാടി കളിച്ചു വളർന്ന 2 കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കാനായിരുന്നു എനിക്ക് ഏറ്റവും അധികം താല്പര്യം. അവരെ അപ്പോഴെനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. 2 തുടുത്ത കുട്ടികൾ. കണ്ടിരിക്കെ അവരിലൊരാൾ പോയി. പിന്നെ ഒരു പെണ്ണ് മാത്രമായി. ഒരൊറ്റ പെണ്ണ്. അവൾ മുഴുത്ത് ഉലഞ്ഞു ചിതറി ധൂളിയായി മായുന്നത് കണ്ട് ഞാൻ ഞെട്ടി കണ്ണു തുറന്നു. ഇപ്പോൾ കാറ്റ് കുറഞ്ഞിരിക്കുന്നു. ഇറക്കത്തിൽ അത് കിടന്ന് തേങ്ങി വിളിക്കുന്നുണ്ടായിരുന്നു. തുള്ളിയുറഞ്ഞുള്ള ഒരു കീഴടങ്ങൽ. ഞാൻ വീണ്ടും ജനാലക്കൽ വന്നു നിന്നു. പുറത്ത് കാറ്റ് ശരിക്കും ഇറങ്ങുകയായിരുന്നു. കേട്ടു നിൽക്കെ സന്നി പോലെ അതൊടുങ്ങും. എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ജനൽ വാതിലിൽ ഞാൻ ഉറക്കെ മുട്ടി വിളിച്ചു. ആരോ വന്ന് വാതിൽ തുറന്നു.